പിന്നെ കാണുന്നത് വിഷു റിലീസ് പരിപാടികൾ വന്നിട്ട് ആലപ്പുഴയിങ്കാനാണ്. ബസൂക്ക എന്നെ പറഞ്ഞതാണ്. അപ്പൊ ആലപ്പുഴയിങ്കാന എനിക്ക് വെച്ചാല് ബോറടിച്ചില്ല. ഞാൻ പടം തുടങ്ങിയിട്ട് അവസാനം വരെ എനിക്ക് പടം തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും അതിനൊരു മൂഡുണ്ടല്ലോ, ഇങ്ങനെ ഒരു ചില്ലായിട്ട് പോണ പടണത്. അപ്പൊ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. അത് കാലിദ്രമാൻ എന്ന് പറഞ്ഞ സ്പോർട്സ് കോമഡിയാണ്. നിങ്ങൾ ഭയങ്കര ഒരു ആക്ഷൻ പരിപാടികളൊന്നും പ്രതീക്ഷിച്ചു അതിന്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു എൻഡ് എത്തിയപ്പോഴേ എവിടെ എത്തിക്കാത്ത രീതിയിൽ മറ്റേ അവസാനിപ്പിക്കാനൊരു സാധനമുള്ള പോലെ എനിക്ക് അങ്ങനെ ഒരു പടം എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റണല്ലോ. എനിക്ക് നെഗറ്റീവ് എന്ന് വെച്ചാൽ പടം ഞാൻ പറഞ്ഞില്ല ഈ ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പോലത്തെ മറ്റേ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു പാട്ടിട്ടുണ്ട്. ഇപ്പൊ ക്ലൈമാക്സ് അല്ല, ക്ലൈമാക്സിന് മുമ്പൊക്കെ ആയിട്ട് മറ്റേ ഫൈറ്റിന പെൺകുട്ടിയുടെ പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു റൊമാൻറ്റിക് സോങ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ് പടത്തിലൊക്കെ മറ്റേ ചില സാധനമല്ലേ പടം തീരാറാവും ഒരു ഡാൻസ് പാട്ട് ഇട്ടിട്ടുണ്ട്, അതുപോലത്തെ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വെച്ചാല് ഞാൻ തിയേറ്ററിൽ കണ്ടാകുമ്പോൾ എനിക്കത് കംപ്ലീറ്റ് ഒരു എന്റർടൈനർ പോലെ സ്പീഡിൽ തീർന്നു. കുറെ രസമുണ്ട്. പിന്നെ മറ്റേ ഭയല്ലേ അതിലെ ക്രിസ്റ്റഫറിനായിട്ട് മനസ്സിലായി, മറ്റേ തഗ്ഗൊക്കെ പറയണ കൊറേ രസമുണ്ട്. അവന്റെ തുടക്കം തന്നെ ഞാന് അവിടെ വന്ന് അങ്ങനത്തെ ഒരു മനസ്സിലായി. അതൊരു കുറച്ച് ഓവറാക്കി കോമഡി ആക്കണ പരിപാടിയാണ്. പക്ഷെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഇതൊരു കോൺസ്പിറൻസി തിയറി മറ്റേ സാധനം പറയാനറിയാത്ത പറയുന്ന വാക്കുകൾ അങ്ങനത്തെ കുറച്ച് രസമുണ്ട് സാധനം പരിപാടിയുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നെസ്ലിനും കാലിദ്രമാനും ഫസ്റ്റ് വരുന്ന പാടാണ്. അപ്പൊ പക്ഷെ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വിഷു. എനിക്ക് തോന്നുന്നത് കാലി റഹ്മാന്റെ ഫിലിമോഗ്രഫിയില് എനിക്ക് കുറച്ച് വീക്കായ പടമാണ്. പക്ഷെ ഇതാണ് വിഷു വിന്നറാണ് പടം, അടിച്ച പടം അതാണ്. അപ്പൊ എനിക്ക് യങ് യൂത്ത് പരിപാടി ഉണ്ടല്ലോ, അതില് വർക്കാവണ പരിപാടിയാണ് കൂടുതലും. പിന്നെ നമ്മ കാണുന്നത് തുടരും ലാലേട്ടന്റെ. അതെനിക്ക് തോന്നിയെന്ന് വെച്ചാല് അത് പല ആൾക്കാർക്കും ഇപ്പൊ ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ വിമർശനമായിട്ട് വരും. ഞാൻ വളരെ ഭയങ്കര ഗംഭീരം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കത് അത്ര ഗംഭീരമായിട്ട് തോന്നിയിട്ടില്ല. എന്നാ പോലും പടം അതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം ലാലേട്ടന്റെ ഒരു നല്ലൊരു സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയൊരു ഫിലിമാണ്. അതിന് മുമ്പ് എല്ലാ തരത്തിലുള്ള എലമെന്റ്സ് ഉള്ള ഫാമിലി എലമെന്റ്സ് അങ്ങനെ അങ്ങനത്തെ ഒരു ഫിലിം ആയതുകൊണ്ടാവാം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അത് അവരൊരു പടം പ്രൊമോഷൻ സമയത്ത് ഒരു ഹൈഡ് ചെയ്ത് വെച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലെന്തൊക്കെ പരിപാടികളുണ്ട്. പക്ഷെ അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത് ആ ഫാമിലി എലമെന്റ്സിനായിരുന്നു. പക്ഷെ ദൃശ്യത്തിന്റെ അടുത്തെത്തൂല ഇപ്പൊ ദൃശ്യത്തിൽ അങ്ങനത്തെ ഫൈറ്റ് പരിപാടികളൊന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി മാസ് എലവേറ്റ് ചെയ്തുള്ള മറ്റേ ലാലേട്ടന ചാടിയൊരു സാധനമല്ലോ, അതൊക്കെ തിയേറ്ററിൽ നിന്ന് മറ്റേ നമുക്ക് രോമാഞ്ചം കിട്ടുന്ന പരിപാടികളാണ്. അത് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പുള്ളി അങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറച്ചായി. അപ്പൊ ആ ഒരു സാധനങ്ങളുള്ളതുകൊണ്ട് തുടരും എന്ന് പറഞ്ഞ സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിന് അങ്ങനത്തെ ഒരു സിനിമ വേണമായിരുന്നു ലാലേട്ടൻ്റെ. കുറെ നാൾക്ക് ശേഷം ഒന്നെല്ലാവരുമായിട്ട് പോയി കണ്ട് ഇതായിട്ട് വരുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കാണുന്ന റെട്രോ ആണ് തമിഴ്. എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ട് ഫസ്റ്റ് കാണുന്ന തമിഴ് പടം റെട്രോ എന്നാണ്. അപ്പൊ റെട്രോ എനിക്ക് തോന്നുന്നു വെച്ചാല് ഞാൻ സൂര്യ ഫാനാണ്. സൂര്യ കംബാക്ക് അടിക്കും എന്ന് വിചാരിച്ചിട്ട് കംബാക്ക് അടിച്ചില്ല. അപ്പൊ പക്ഷെ അതെനിക്ക് തോന്നിച്ചാലേ അതൊരു പരിധി ഫസ്റ്റ് ഹാഫ് വരെ ആ സിനിമ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിക അങ്ങോട്ട് എത്തണില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചു ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു ഇതുണ്ടല്ലോ, ക്യാരക്ടറുള്ള പരിപാടി പോലെ തോന്നി. ഒരു കരഞ്ഞിട്ടൊക്കെ ട്രെയിലറില്. അപ്പൊ ഞാൻ ആലോചിച്ചാ ഇത് കുഴപ്പമില്ല, ഇത്ര നാള് നായിക പരിപാടിയായിരുന്നു, അതിന് അഭിനയിക്കാൻ പറ്റായിരിക്കും, പെർഫോം ചെയ്യാനുള്ള റോൾ ഉണ്ട്. പക്ഷെ സിനിമ വന്നപ്പോ അതും ഒരു നെഗറ്റീവ് മിസ്കാസ്റ്റ് പോലെ. പക്ഷെ എനിക്ക് വിഷമം മറ്റേ സൂര്യയുടെ കാര്യത്തിലാണ്. പുള്ളി മറ്റേ ചത്ത് പണിയെടുത്താലും മറ്റേ സമ്മതിക്കൂലടാ ആ സാധനമാണ്. അതിന്റെ ഒരു ട്രോള് വന്നല്ല, ഒരു പെണ്ണ് പറയണ്ട്, പെണ്ണ് ആരോ പറയണ്ടല്ലോ, ആ പെണ്ണാണ് തോന്നുന്നത് ഇത് തനി വിജയ് സൂര്യ ചെയ്ത പാടിയില്ല വിജയ്. ഞാനെന്ത് അല്ല അതെനിക്ക് വെച്ചാല് രക്ഷ എലമെന്റ്, എനിക്ക് ആ മറ്റേ രക്ഷ എലമെന്റ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊരു മറ്റേ ദ വൺ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. മറ്റേ ഒരു
എന്താ പറയാ ഒരു എലവേഷൻ ട്രാക്ക് പാട്ടുണ്ട്, അതൊക്കെ സെറ്റ് ആയിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സ് പരിപാടി ഉണ്ട്, ഒരു ചിരി പരിപാടി ഉണ്ട്, അത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി നന്നായേനെ. കാരണം പുള്ളി റീസൺ ഉണ്ട്, പിന്നെ ചില സാധനങ്ങളെ കൺവീൻസ് ആവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ല മേക്കറും ആണ്, എല്ലാ തരത്തിലും നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷെ എന്താ പറയാ അതല്ല സൂര്യനിച്ചിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പെർഫോമൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും. പിന്നെ നമ്മൾ കാണുന്ന എനിക്ക് തോന്നുന്നു പടക്കളമാണ്. പടക്കള എനിക്ക് തോന്നുന്നു വെച്ചാല് എന്താ പറയാ ഒരു മറ്റേ കംപ്ലീറ്റ് എന്റർടൈനർ പരിപാടിയാണ്. കാരണം എന്താ വെച്ചാല് അതൊരു എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് അങ്ങനത്തെ ഒരു ബോഡി സാപ്പ് പരിപാടി വന്നേക്കണത് ഇതാണ്, ഇതിഹാസമാണ് മലയാളത്തില്. അപ്പോൾ പിന്നെ ഇങ്ങനെ പുറത്ത് ഇംഗ്ലീഷിലും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പടക്കളത്തിന്റെ ഒരു ഇത് പറഞ്ഞാൽ സന്ദീപിന്റെ പെർഫോമൻസ് ആണ് മെയിനായിട്ട് എടുത്ത് പറയണ്ടത്. അവൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരുണ്ട് അപ്പുറപ്പുറം, ഷറഫുദ്ദീനും സുരാജും എന്നുവെച്ചാൽ ബോഡി സൈപ്പ് നടക്കുമ്പോ ഇവൻ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ പിടിച്ചു നിൽക്കണം. പക്ഷെ അതവന് അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വെച്ചാൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിലും ഇല്ലേ ഒന്ന് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അത് പാളും. പക്ഷെ ഒരു രസം മറ്റേ പഴയ മറ്റേ കോമഡി എന്നൊക്കെ പറയും, അതുപോലെ കുറച്ച് ലൗഡായിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഫീൽ ചെയ്തത്. അതായത് മറ്റോ ഈ കളീനെ പറ്റി ഇത് ചെയ്യുമ്പോ പണ്ട് മഹാഭാരതത്തിൽ നടന്നത് ഓർമ്മയില്ല, കട്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിന്റെ മറുപടി കൊടുക്കും. മനസ്സിലായില്ല അന്ന് ഞങ്ങളില്ല അങ്ങനത്തെ കുറച്ച് അതിനെ പറ്റി പഠിക്കണം. പിന്നെ അതുപോലെ മറ്റേ സുരാജിന്റെ ഒരു സാധനം നിനക്ക് ഷറഫുദ്ദീനാണെങ്കിലും പുള്ളിയും പുള്ളിയുടെ ക്യാരക്ടറായിട്ട് പുള്ളിയുടെ ശരീരത്തിൽ നിൽക്കുമ്പോ പുള്ളി പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മറ്റോ കയറുമ്പോ എന്തും ചെയ്യാന്നുള്ള സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ പരിപാടി. പിന്നെ സുരാജിന്റെ ക്യാരക്ടർ ഷറഫുദ്ദീൻ ആയപ്പോഴും മറ്റേ സാധനമല്ല എന്റെ ബാക്ക് ഇങ്ങനെയാണ് അങ്ങനത്തെ ഞാനാണ് ഷാജി ഒരു കളി അങ്ങനത്തെ ഓരോ സാധനമുണ്ട്. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു വെച്ചാൽ എന്താ പറയാ ഒരു ബോറടിക്കാൻ എന്റർടൈനർ പരിപാടി. ഞാൻ പടം കണ്ടൊരു ഒരു 5-10 മിനിറ്റ് പടം ഇങ്ങനെ ട്രാക്കിൽ കയറി അങ്ങനെ പോവാ. അപ്പൊ അത് നല്ല രസം, നൈസ് പരിപാടിയാണ്. തിയേറ്ററിൽ പിള്ളേർക്ക് OTT വഴി അപ്പൊ പിള്ളേരും എൻഗേജ്ഡ് ആയിട്ട് കണ്ട ഒരു പടം, നൈസ് പരിപാടിയാണ് അത്. അത്യാവശ്യം വർക്കായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ കുറവായിരുന്നു, പക്ഷെ അത് എനിക്ക് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കേറിപ്പോയ പടമാണ്. പിന്നെ കൂലിയാണ് പിന്നെ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാല് കൂലിയാണെങ്കിലും ലൊക്കേഷനിൽ നമുക്ക് വേറെ എപ്പിസോഡ് തന്നെ ചെയ്യണം. പിന്നെ കൂലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഇപ്പൊ ലിയോ ചെയ്ത് ആള് ചെറുതായിട്ട് പാളി എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് മൊത്തമാണ് പാളിയത്. ഒരു ഡീസന്റ് പടം പോലും ആൾക്ക് അത്രക്ക് നെഗറ്റീവ് ഇല്ല. ആളെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ല, അത് കഴിഞ്ഞിട്ടാണ് കൂലി. രജനീകാന്തിന്റെ അതെ, അപ്പൊ നമ്മ വിചാരിക്കുന്ന അയാള് തെറ്റൊക്കെ തിരുത്തി ഒരു ഗംഭീര സാധനമായിട്ട് വരും. അത് എല്ലാരും പറഞ്ഞതാണ് ലിയോടെ ക്ഷീണത്തിൽ തീർക്കും എന്നുള്ള സാധനമായിരുന്നു. പക്ഷെ അത് മൊത്തത്തില് സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും പിന്നെ കാര്യങ്ങളെ കൺവീൻസ്. പിന്നെ മറ്റേ ഇത് ക്യാമിയോസ് ഗസ്റ്റ് റോള് വരുന്ന അമീർ ഖാൻ വരെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് സാർ ആ സാധനമായി പോയി, അതാണ് അതില് പറയാനുള്ളത്. വെച്ച് കഴിഞ്ഞാൽ പടം ഓരോടത്തെത്തി നമ്മങ്ങനെ ഓക്കെ പറഞ്ഞിരിക്കുമ്പോൾ അമീർ ഖാൻ വരണേ. അപ്പൊ അത് അല്ല ഞാനാലോചിക്കണേ അമീർ ഖാൻ സെക്കൻഡ് പിന്നെ ലോകേഷ് അങ്ങനെയുള്ള കൊണ്ടുവരുന്നത്. അത് റോളക്സിനെ കൊണ്ടുവന്നതും മറ്റേ ലിയോയില് മറ്റേ കമലഹാസൻ അതൊരു ഫോഴ്സ്ഡ് സാധനമായി പോലും മനസ്സിലായൊരു അടുത്തേക്ക് ലീഡ് ഇടാൻ. അമീർ ഖാൻ ഗസ്റ്റ് റോള് ഓക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനൊരു എൻട്രി മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പക്കയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിച്ചാൽ ഇത് അതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ചാല് ആ സിനിമ പറഞ്ഞാല് ഇപ്പൊ ഒരു പോർട്ട് പരിപാടികൾ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാ പോലും അത് വലിയ പടമാണെന്ന് പറഞ്ഞാൽ പോലും ഇല്ലേ, അതൊരു ചെറിയ പടമാണ്. ചെറിയ പടമായിട്ട് തുടക്കത്തിലൊരു വലിയ പടമായിരുന്നു. അത് മാത്രല്ലടാ, അത് വെച്ചാൽ അതിന്റെ ഉള്ളില് വെച്ചാല് ഇത്രയും ആക്ടേഴ്സിന് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നാഗാർജുനാണ് വില്ലൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ കന്നഡത്ത് ഉപേന്ദ്ര, മറ്റേ
എന്താ പറയാ വോയിസ് ഹോസ്റ്റലിൽ വരുന്ന പരിപാടി, അതുപോലെ അമീർ ഖാന് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വരാനുള്ള സിനിമ ഇല്ല അത്. അപ്പൊ അതിന്റെ പ്രശ്നമായിട്ടിരിക്കും അത്രയും നെഗറ്റീവ് വന്നു. കാരണം ഇത്ര ആൾക്കാരെ കൊണ്ടുവരുമ്പോ പടത്തിന് ബഡ്ജറ്റും കയറും, അതുപോലെ തന്നെ ആൾക്കാർക്ക് എക്സ്പെക്ടേഷനും കൂടും. അതൊന്നും മീറ്റ് ചെയ്യാൻ അതിന് പറ്റിയിട്ടില്ല. അതാണ് ഒരു പ്രശ്നം പറ്റിയത്. പിന്നെ കാണുന്നത് ലോകയാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോ 2025 ഒരു മലയാളത്തിൽ നിന്ന് പറയാവുന്ന ഒരു ബെസ്റ്റ് പടമാണ്. സൂപ്പർ ഹീറോ ആണ്, രണ്ടാമത്തെ ഒരു സൂപ്പർ ഹീറോ മിന്നൽ മുരളിക്ക് ശേഷം. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് മിത്ത് അങ്ങോട്ട് സിങ്കായി പരിപാടി. അതെ, എന്നുവെച്ചാല് എനിക്ക് അറിയില്ല, നമ്മ ചെറുപ്പം മുതൽ കേട്ടൊരു കഥയാണ്. പക്ഷെ അത് സീരിയലിൽ കേട്ട കഥയാണ്, മറ്റേ കല്യാണം നീലി. പക്ഷെ അല്ല, എനിക്ക് തോന്നിയത് ആ ഒരു സാധനത്തിന് കുറച്ചും കൂടി അതവർ നല്ല രീതിയിൽ ഉപയോഗിച്ച് തോന്നി. കാരണം ഞാൻ പടം കണ്ട് ഇങ്ങനെ തിയേറ്റർ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞാല് ഒരുപാട് ഇത് യക്ഷിയാണെന്നുള്ള അതുവരെ നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ കോളേജിലുള്ള സ്റ്റാഫ് മറ്റേ മുഹമ്മദ് അവരൊക്കെ ഇട്ട് ഞാൻ പടം കാണാൻ പോയത്, അവർക്ക് വർക്കായി. എന്നോട് നമ്മ സിനിമ ആണല്ലോ, അപ്പൊ അവർ ചോദിക്കുന്നത് എന്നാ ഡയറക്റ്റ് സിനിമാക്കാരൻ പറ. ഞാൻ പറഞ്ഞു എനിക്കത് ഇങ്ങനെ മിത്ത് വർക്കായില്ല, പക്ഷെ നമ്മ വർക്കായില്ല എന്ന് വെച്ചിട്ട് അവർക്ക് വർക്കായി നമുക്ക് വർക്കായില്ല എന്ന് വെച്ചിട്ട് അത് പറയാതിരിക്കണ്ട. പടം ഞാൻ പറഞ്ഞു പടം ക്വാളിറ്റി പടം തന്നെയാണ് മലയാളത്തിൽ നിന്ന്. അതെ, ഇത്ര കല്യാണി പ്രിയദർശനെ വെച്ച് ചെയ്യാന്ന് പറയാൻ അത് ഒരു കാരണം അവർക്ക് വേണമെങ്കിൽ അമേരിക്കേഴ്സിന് വേണമെങ്കിൽ നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ആദ്യം മെയിൽ ലീഡ് പിടിക്കാം, എന്നിട്ട് ഈ ഫീമെയിൽ ലീഡിലേക്ക് ഇറക്കാം. അപ്പൊ അതിന്ന് ഒരു അത് എക്സ്പെരിമെന്റ് ആണ്. അവരൊരു ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഒരു മിത്ത് അത് ഫസ്റ്റ് ടൈം കണ്ടപ്പോ സെക്കൻഡ് ടൈം കണ്ടപ്പോ എനിക്ക് അത് കുറച്ചും കൂടി കൺവിൻസിങ് ആയി. അല്ല, എനിക്ക് തോന്നി എനിക്ക് അതൊരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് തോന്നിയത്. ഞാൻ പടം കണ്ടിരിക്കുമ്പോ യക്ഷി ഇതിനിങ്ങനെ ഉപയോഗിക്കാല്ലേ, അങ്ങനെ എനിക്ക് തോന്നി. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാര് വിത്തുണ്ട്. അതിന്റെ ഡയറക്ടർ എന്ന് വെച്ചാൽ മറ്റേ തരംഗം എന്ന് പറഞ്ഞ ടോവിനോയുടെ പടത്തിന്റെ ഡയറക്ടറാണ്. ഇപ്പൊ പറഞ്ഞാല് ഇങ്ങനത്തെ മിത്തുകൾ ഇപ്പൊ കൊറിയനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൊററിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു വെച്ചാൽ മിത്ത് എന്ന് പറയുന്നത് ആർക്കും ഒരു റൈറ്റ്സ് ഉള്ള സാധനമല്ല. അത് ഇപ്പൊ നീ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നീ ചെയ്യണം. അപ്പൊ അവർക്ക് തോന്നിയൊരു ഇന്റർപ്രിട്ടേഷൻ ആണ് അവരിത്. പിന്നെ അതിൽ കുറെ റെഫറൻസ് വരും. അതുപോലെ കാസ്റ്റിംഗ് ആണെങ്കിലും നെസ്ലിനോ അങ്ങനെ ഒരു ടീമുണ്ട്, പടം എന്റർടൈൻ ആക്കി കൊണ്ടുപോകാനുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എനിക്ക് 2025 ഇപ്പൊ പടക്കളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് പടമാണ്. ഭയങ്കര റീച്ച് കിട്ടിയതും ദുൽഖറാണ് പ്രൊഡക്ഷൻ. ദുൽഖർ ആ ഒരു ലീഡ് കൊണ്ടുവന്ന് ദുൽഖർ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ മലയാളത്തിന്റെ മറ്റേ എല്ലാം ആണെന്നുള്ള സാധനമുണ്ട് പക്ഷെ എനിക്ക് തോന്നിയ പുള്ളി ആ ഒരു സാധനം അത് വെച്ചിട്ട് ആള് അത് അങ്ങനെ അത് ഓവറായിട്ട് ചെയ്യുന്നില്ല. ഇല്ല, പക്ഷെ ചില ആൾക്കാരത് മിസ്യൂസ് ചെയ്യുന്ന നമ്മള് ഇതായി കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള പരിപാടി ഉണ്ട്, കഥ കയറി പറയാ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എനിക്ക് തോന്നിച്ചാല് എന്താ പറയാ, ഈ ഇപ്പൊ ദുൽഖർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് ഗസ്റ്റ് റോൾ ഉണ്ട് അതില്. പക്ഷെ ആൾ അഭിനയിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ആള് പ്രൊഡ്യൂസ് ചെയ്യാൻ പോറാ. ഇപ്പൊ പിന്നെ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു യൂണിവേഴ്സായി, മലയാളത്തിലൊരു യൂണിവേഴ്സായി. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ കാണുന്നത് അത് ലോകോടൊപ്പം തന്നെ അറിയാം ഹൃദയപൂർവ്വം. അത് എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിനെ ഒരു ചത്തിനന്തിക്കാട് ലാലേട്ടൻ നമ്മൾ മറ്റേ ഫസ്റ്റ് പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഓർജിനായിട്ട് കുറച്ച്. അതെനിക്ക് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുക, ഫാമിലിയൊക്കെ ആയിട്ട് പോയാൽ ഒന്നും ചിന്തിക്കണ്ട, ഓക്കെ നിങ്ങൾ കണ്ടിട്ട് ആ സിനിമ അവിടെ പറഞ്ഞോളാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ലാലേട്ടൻ സത്യനന്തിക്കാട് ട്രാക്ക് ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഞാൻ പ്രകാശം വരെയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ മകളെന്തോ ഇറങ്ങിയിട്ട് എത്രയായി, കുറെ ആയില്ലേ ഞാൻ പ്രകാശം. എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം ഒരു 4-5 കൊല്ലത്തോളം കണ്ടായിരുന്നു. 5 കൊല്ലം ആൾക്കാരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കാലഘട്ടത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇങ്ങനത്തെ സിനിമകൾ വരണം, ഇടയ്ക്ക് വരണം. പക്ഷെ അതൊരു നല്ലൊരു സ്റ്റോറി ആവണം എന്നുള്ളൂ. അല്ല എനിക്ക് തോന്നുന്നു ഇത് വെച്ചാൽ എന്താ പറയാ, ആൾക്കാർക്ക് അത് സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ അത് അതിന്റെ പേരിൽ ആൾക്കാർ കണ്ടു. അത് പിന്നെ ലോകയുടെ കൂടെ ഇറങ്ങിയിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം ലാലേട്ടനായതുകൊണ്ട് അത് അത്യാവശ്യം കളക്ട് ചെയ്ത് പോയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ